ഇന്നാണ് സിദ്ധു പവി പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടക്കുന്നത്. വൈറ്റ് പാൻറ്റും ട്രാൻസ്പെറൻറ്റ് വൈറ്റ് ഷർട്ടും ആയിരുന്നു സിദ്ധുവിൻ്റെ വേഷം. ലൈറ്റ് യെല്ലോ സാരി ആയിരുന്നു പവിയുടെ വേഷം. കടലോരത്തും കായൽക്കരയിലും വെച്ചായിരുന്നു ഷൂട്ട് നടക്കുന്നത്. ഇരുവരും ഒരുമിച്ചുള്ള റൊമാൻറ്റിക്കായ മൊമെൻറ്റ്സ് ഓരോന്നും അതിമനോഹരമായി ക്യാമറമാൻ പകർത്തുന്നുണ്ട്. ക്യാമറാമാൻ്റെ നിർദ്ദേശങ്ങൾക്കപ്പുറം സിദ്ധു തൻ്റെ കയ്യിൽ നിന്നും കുറേ സംഭവങ്ങൾ കൂടി ഇടുന്നുണ്ട്. ലിപ് ലോക്ക് അടക്കം ചുംബനങ്ങളുടെ ചാകര തന്നെയായിരുന്നു. ശരിയായില്ലെന്നും പറഞ്ഞ് സിദ്ധു വീണ്ടും വീണ്ടും എടുപ്പിക്കും. ചുരുക്കത്തിൽ പറഞ്ഞ സിദ്ധു പ്രീ വെഡിങ് ഷൂട്ടിനെ ഒരു പ്രീ ഹണിമൂണാക്കി മാറ്റി. എല്ലാം കഴിഞ്ഞു ക്യാമറമാനും ഹെൽപ്പേഴ്സൊക്കെയും പോയി കഴിഞ്ഞതും പവി സിദ്ധുവിനെ ദഹിപ്പിച്ചു നോക്കി. അന്നേരം അവനവളെ നോക്കി പുരികം പൊക്കിയതും പവി അവനെ വെള്ളത്തിലേക്ക് പിടിച്ചു തള്ളി. വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന സിദ്ധു അവളുടെ കൈ പിടിച്ചു വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. അടുത്ത നിമിഷം അവൻ അവളെയും കെട്ടിപ്പിടിച്ചു മണലോരത്തു കൂടെ ഉരുണ്ടുരുണ്ട് കടൽ വെള്ളത്തിലെത്തി. ആ നിമിഷം വലിയൊരു തിര വന്നു ഇരുവരെയും പൊതിഞ്ഞു. ഒരു നിമിഷം അവൾ അവനെ ഇറക്കി പുണർന്നു. തിര അകന്നു പോയതും അവളിൽ നിന്നുള്ള എതിർപ്പുകൾ വകവെക്കാതെ സിദ്ധു അവളെയും കൊണ്ട് പിന്നെയും വെള്ളത്തിലൂടെ കെട്ടിപ്പിടിച്ച് മറഞ്ഞുകൊണ്ടേയിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ഇരുവരും ആകെ നനഞ്ഞിരുന്നു. സിദ്ധു പാവിയെയും കൈകളിൽ കോരിയെടുത്തു. അവിടെ അവരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്ക് നടന്നു. മുറിയിലെത്തിയതും സിദ്ധു അവളെ താഴെ ഇറക്കി. ഇരുവരും മുഴുവനായി നനഞ്ഞിരുന്നു. അവൻ തൻ്റെ നനഞ്ഞ ഷർട്ട് അഴിച്ചു മാറ്റുന്നുണ്ട്. അതിനിടയിൽ ഇടം കണ്ടിട്ട് അവളെ നോക്കി. നനഞ്ഞൊട്ടി നിൽക്കുന്ന സാരിയിൽ അവളുടെ ശരീരം ആകെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം കണ്ടതും അവളിൽ നാണം വിരിഞ്ഞു. അവൾക്കെന്തോ അവന് മുന്നിൽ അതുപോലെ നിൽക്കാൻ ലജ്ജ തോന്നി. അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ബെഡിനരികിൽ വെച്ചിരുന്ന തൻ്റെ ബാഗ് ലക്ഷ്യം വെച്ച് നടന്നതും അവളുടെ സാരി തലപ്പിൽ അവൻ്റെ പിടി വീണു. ആ നിമിഷം അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൻ സാരി തലപ്പ് പിടിച്ച് വലിച്ചതും ബ്ലൗസിൽ കുത്തിവെച്ചിരുന്ന പിൻ ഊരിപ്പോന്നിരുന്നു. അവൾ ഒരു തരം പിടച്ചിലോടെ സാരി തലപ്പിൽ പിടിമുറുക്കി അവനിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു. അവളുടെ ശ്രദ്ധ തൻ്റെ മുഖത്താണെന്ന് കണ്ടതും സിദ്ധു സാരി തലപ്പിൽ ഒന്നുകൂടി ശക്തിയോടെ പിടിച്ച് വലിച്ചതും അവളിൽ നിന്നുള്ള പിടി അയഞ്ഞു തുടങ്ങി. കണ്ണുകളിൽ പ്രണയം നിറച്ച് തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും അവൾ പിറകിലോട്ട് ചുവടുകൾ വെച്ചെങ്കിലും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. മടിക്കുത്തിൽ കൈയിട്ട് സാരിയുടെ ഞൊറി പിടിച്ചു വലിച്ചതും അവളിൽ നിന്നും ഒരേങ്ങൾ ഉയർന്നു. അടുത്ത നിമിഷം അവൻ അവളിൽ നിന്നും സാരി പൂർണ്ണമായും അടർത്തി മാറ്റി. ആ നിമിഷം അവൾ അവനെ ഇറകെ പുണർന്നു. നനഞ്ഞു നിൽക്കുന്നതിനാൽ അവൾക്ക് നല്ല പോലെ തണുക്കുന്നുണ്ടായിരുന്നു. അവനിലെ ചെറുചൂട് അവളുടെ ശരീരത്തെ ചെറുതായി ചൂട് പിടിപ്പിച്ചു. ആ ചൂട് ആവാഹിക്കാനെന്ന പോലെ അവളൊന്നുകൂടെ അവനിലേക്ക് അമർന്നു. അവളുടെ മാറവൻ്റെ ദൃഢമായ നെഞ്ചിലമർന്നു. അതിൻ്റെ മൃദുലത അവനിൽ വൈദ്യുത തരംഗം സൃഷ്ടിച്ചു. അവളുടെ ചൂട് നിശ്വാസം അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. അവൻ അവളുടെ തോളിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവിടം ചുംബിച്ചു. അവളുടെ നഖങ്ങൾ അവൻ്റെ പുറം മേനിയിൽ അമർന്നു അവനിൽ ചെറുനോവുണർത്തി. പവി, ഐ ലവ് യു. അവൻ അവളുടെ കാതോരം കാറ്റുപോൽ മൊഴിഞ്ഞു. അവൻ അവളെയും കൊണ്ട് പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. അവൾ അവനെ എതിർക്കാതെ അവന് വിധേയമായി കിടന്നു. അവൻ അവളുടെ നിറകിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ അതരങ്ങളെ തൻ്റെ അതരങ്ങളാൽ തഴുകി. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചരിച്ചു. തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചതും ഇരുവരുടെയും കാലുകൾ തമ്മിൽ കൊരുത്തു. അവൻ്റെ കണ്ണുകൾ കഴുത്തിൽ നിന്നും താഴേക്ക് സഞ്ചരിച്ചു. ഇറക്കി വെട്ടിയ കഴുത്തിൽ കൂടി അവളുടെ ക്ലീവേജ് ശരിക്കും കാണുന്നുണ്ട്. അവൻ്റെ നോട്ടം അവിടം എത്തി നിന്നു. ആ നോട്ടം കാണവേ അവൾ നാണത്തോടെ കൈകൾ പിണച്ചു കെട്ടി മറ സൃഷ്ടിച്ചതും അവൻ അവളുടെ ഇരു കൈയിലും ചുംബിച്ചു. ആ നിമിഷം അവൾ സ്വമേധയാ തൻ്റെ കൈകൾ എടുത്തു മാറ്റി. അവൻ്റെ കണ്ണുകൾ അവിടുന്ന് താഴേക്ക് ഒഴുകി നടന്നു. അവളുടെ വെളുത്ത വയറും പൊക്കിൾ ചുഴിക്ക് ചുറ്റുമുള്ള സ്വർണ്ണ നിറമുള്ള രോമങ്ങളും അവനിലെ ആവേശം ഇരട്ടിച്ചു. അവൾ അങ്ങനെ കാണും തോറും അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു. അവളുടെ കഴുത്തിനും മാറിനുമിടയിൽ അവൻ മുഖം പൂഴ്ത്തിക്കിടന്നു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മാറിൽ പതിഞ്ഞു. ആ നിമിഷം അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിൽ അമർന്നു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ കുസൃതി കാട്ടിക്കൊണ്ടേയിരുന്നു. ചുണ്ടുകൾ കഴുത്തിൽ കൂടി ഒഴുകി നടന്നു. ഇടയിൽ എപ്പോഴോ നാവും അവിടെ അലഞ്ഞു നടന്നു. അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ പതിയെ താഴേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ പൊക്കിൾ ചുഴിക്കുമേൽ അമർത്തി ചുംബിച്ചു.
നാവ് കൊണ്ട് അതിനാഴം അളന്നതും അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. അവളുടെ ഇരും മാറിലും അവൻ്റെ കൈകൾ അമർന്നതും അവളൊന്ന് ഉയർന്ന് പൊങ്ങി. പല്ലുകൊണ്ട് ബ്ലൗസിൻ്റെ ആദ്യ ഹുക്ക് അഴിച്ചു മാറ്റിയതും അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. അവൻ അവിടം ചുംബിച്ചുകൊണ്ട് അടുത്ത ഹുക്കിലേക്ക് കൈനീട്ടി. ആ നേരത്താണ് പവിയുടെ ഫോൺ ശബ്ദിക്കുന്നത്. ഇരുവരും ഞെട്ടലോടെ അകന്നു മാറി. പവി അവനെ തള്ളി മാറ്റി തൻ്റെ ബ്ലൗസ് കൂട്ടിപ്പിടിച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. താങ്ക്സ് എന്നും പറഞ്ഞ് അവനവളുടെ കവിളിൽ അമർത്തിമുത്തി. ശേഷം അവൻ്റെ പുരികം പൊക്കൽ കണ്ടപ്പോഴാണ് അന്നത്തെ അവൻ്റെ ബെറ്റിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് പോലും. ദേ, വേഗം പോയി ഡ്രസ്സ് മാറിക്കോ, ഞാനേ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിൽക്കുക. എന്തായാലും ആ കോൾ വന്നത് നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ വെച്ച് നടന്നേനെ. അന്നേരം അവളൊന്ന് ചിണുങ്ങി. എന്നാലും എൻ്റെ പെണ്ണെ, നിനക്ക് ഇത്രയും കൺട്രോൾ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. ഞാനൊരു കിസ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ നീ ഇങ്ങനെ ഒരു പൂക്കട തന്നെ തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിനക്ക് ഇത്തിരി ഡിമാൻഡൊക്കെയും കാണിക്കായിരുന്നു. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സസ്പെൻസൊക്കെയും ഇപ്പം പൊളിഞ്ഞേനേട്ടോ. അവൻ്റെ പറച്ചിൽ അവളിൽ നാണം നിറച്ചു. കൂടാ എന്നും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റി വാഷ്റൂമിലേക്ക് ഓടി. ഇന്നാണ് സിദ്ധു പവി ഓം നന്ദു വിവാഹം. അമ്പലത്തിൽ വെച്ച് താലികെട്ടും പിന്നീട് ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷനും നടന്നു. ആഘോഷമൊക്കെയും കഴിഞ്ഞു. നന്ദു ഓമിൻ്റെ വീട്ടിലേക്കും പവി സിദ്ധുവിൻ്റെ വീട്ടിലേക്കും യാത്ര തിരിച്ചു. വീട്ടിലെത്തിയ ശേഷമുള്ള ചടങ്ങുകളൊക്കെയും കഴിഞ്ഞു. പവി ഡ്രസ് ചേഞ്ച് ചെയ്യാനായി മുറിയിലേക്ക് പോയി. പിന്നാലെ തന്നെ സിദ്ധു ഉണ്ടായിരുന്നു. മുറിയിലെത്തിയതും സിദ്ധു അവളെ തനിക്കാഭിമുഖമായി നിർത്തി നെറുകയിൽ ചുംബിച്ചു. അവൻ്റെ ആ ചുംബനം അവൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവളുടെ ഓർണമെൻറ്റ്സ് ഓരോന്നായി അഴിച്ചു മാറ്റുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവിടെവിടേക്കായി അവളിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അവൻ്റെ കൈ അവളുടെ സാരിയുടെ പിന്നിലേക്ക് നീണ്ടതും അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇയാൾ പുറത്തു പോയേ. ഇയാൾക്ക് ഫസ്റ്റ് നൈറ്റിന് എന്തെങ്കിലും സസ്പെൻസ് വേണ്ടേ? പാവി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആ സസ്പെൻസ് ഇപ്പം പൊട്ടിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സിദ്ധു കുറുമ്പോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട് എന്നും പറഞ്ഞ് അവൾ അവനെ ഉന്തിത്തള്ളി പുറത്തേക്കിട്ടു. സിദ്ധു നേരെ ചെന്നത് നന്ദുവിൻ്റെ മുറിയിലേക്കായിരുന്നു. അവളുടെ വാർഡ്രോബ് തുറന്നൊരു ടവലെടുത്ത് വാഷ്റൂമിലേക്ക് നടക്കാനൊരുങ്ങി. അന്നേരമാണ് അവളുടെ കട്ടിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷെൽഫ് തുറന്ന് കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ അതങ്ങ് അടച്ചേക്കാം എന്ന് കരുതി അതിനരികിലേക്ക് നടന്നു. ചുമ്മാ അവൻ ആ ഷെൽഫ് തുറന്ന് നോക്കി. അന്നേരമാണ് അതിനകത്ത് കിടക്കുന്ന കറുത്ത ജാക്കറ്റും മുഖംമൂടിയും ഗ്ലൗസും അവന് കാണുന്നത്. അത് കണ്ടതും സിദ്ധുവിൻ്റെ ഓർമ്മകൾ ലൈബ്രറിയിൽ ആ സംഭവം നടന്ന ദിവസത്തിലേക്ക് നീണ്ടു. ആ ജാക്കറ്റിൽ എഴുതിയ വേർഡ്സ് അന്ന് സിദ്ധു നോട്ട് ചെയ്തിരുന്നു. ആ ജാക്കറ്റ് തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കാൻ സിദ്ധുവിന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. അന്നത്തെ സംഭവത്തിൻ്റെ പിന്നിൽ നന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞ സിദ്ധു നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി ആ ജാക്കറ്റും മുഖമൂടിയും ചുരുട്ടി കൈ പിടിച്ചു. നന്ദുവിൻ്റെ മുറിയിൽ നിന്നിറങ്ങി പൂട്ടിക്കിടക്കുന്ന മറ്റൊരു മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം തന്നെയാണ് പവി സിദ്ധുവിനെ അന്വേഷിച്ചു മുറിയിൽ നിന്നിറങ്ങുന്നത്. കയ്യിൽ എന്തോ പിടിച്ച് മുന്നോട്ട് നടക്കുന്ന സിദ്ധുവിനെ അവൾ ശ്രദ്ധിച്ചു നോക്കി. അവൻ്റെ കയ്യിൽ നിന്ന് ആ മുഖംമൂടി താഴെ വീണത് അവൻ അറിഞ്ഞില്ല. അവൻ മുറിയിൽ കയറി ഡോറടച്ചു. പവി വീണ് കിടക്കുന്ന കറുത്ത സാധനം കയ്യിലെടുത്തു. അതൊരു മുഖംമൂടിയാണെന്ന് കണ്ടതും അവളുടെ മുഖം ചുളുങ്ങി. അവളുടെ മനസ്സും എത്തി നിന്നത് ആ ലൈബ്രറി സംഭവത്തിലാണ്. സിദ്ധു ചെന്ന മുറിയുടെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ആ മുഖംമൂടി അവിടെ ഉപേക്ഷിച്ചവൾ മറഞ്ഞെന്നും സിദ്ധുവിൻ്റെ പ്രവർത്തികൾ വീക്ഷിച്ചു. തിരികെ വന്ന സിദ്ധു വീണ് കിടക്കുന്ന മുഖംമൂടി കയ്യിലെടുത്ത് വീണ്ടും ആ മുറിയിലേക്ക് നടക്കുന്നത് അവൾ കണ്ടു. അത് കണ്ടതും അവളുടെ മുഖം സംശയത്താൽ ചുളുങ്ങി. കുറച്ച് കഴിഞ്ഞതും മുറിയിൽ നിന്നിറങ്ങിയ സിദ്ധു താഴെ ചെന്നതിന് പിന്നാലെ പവി ആ മുറിയിലേക്ക് നടന്നു. പവി അവിടെ മുഴുവൻ കണ്ണോടിച്ചു. ഒടുവിൽ വാർഡ്രോബിൽ നിന്നും ആ ജാക്കറ്റും മുഖംമൂടിയും ഗ്ലൗസും അവൾ കണ്ടെത്തി. ആ നിമിഷം അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ അതുമായി തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ പവിയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നുപോയി. ഒപ്പം ദേഷ്യവും സങ്കടവും. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഡോറും തുറന്നു സിദ്ധു മുറിയിലേക്ക് വരുമ്പോൾ മുഖം തിരിഞ്ഞെന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന പവിയാണ് കാണുന്നത്. അവളിപ്പോഴും ആ സാരിയിൽ തന്നെയാണെന്ന് കണ്ടതും അവൻ അവളുടെ പിറകിലൂടെ വന്ന്
സാരിക്കുള്ളിലൂടെ കൈയിട്ടു അവൾ ഇറക്കെ പുണർന്നു. അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ഇക്കിളി കൂട്ടി. ആ നിമിഷം അവൾ തൻ്റെ കണ്ണുകൾ ഇറകെ പൂട്ടി. അവളുടെ മുടി വകഞ്ഞു മാറ്റി പുറം കഴുത്തിൽ അവൻ ചുംബിച്ചു. അടുത്ത നിമിഷം അവൾ അവനെ ബെഡിലേക്ക് പിടിച്ച് തള്ളിയതും അവൻ അവളെ ചോദ്യഭാവത്തിലൊന്ന് നോക്കി. പവി, നിനക്കെന്താ പറ്റിയേ? നീ കരഞ്ഞോ? അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ നോക്കിക്കണ്ടവൻ ചോദിച്ചതോ അവളൊന്നും മിണ്ടിയില്ല. അന്നേരം അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ താടി പിടിച്ചുയർത്തി. തൊടരുതെന്നെ, അവൾ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. പവി, നിനക്കെന്താ പറ്റിയേ? നീ എന്തിനാ കരയുന്നേ? അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അവൾ അന്നേരം ആ കറുത്ത ജാക്കറ്റും മുഖംമൂടിയും എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ പകപ്പോടെ അവളെ നോക്കി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ? സിദ്ധു ചോദിച്ചു. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? അപ്പോൾ നീയായിരുന്നല്ലേ ആ സംഭവത്തിൻ്റെ പിന്നിൽ? ആരെയാ നീ അന്ന് അവിടേക്ക് പറഞ്ഞു വിട്ടേ? നിന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ആവും. ചക്കിക്കൊത്ത ചങ്കരന്മാരാണല്ലോ. എന്നിട്ട് കറക്റ്റായി നീ തന്നെ എൻ്റെ മുന്നിൽ രക്ഷകനായി എത്തുന്നു. കൊള്ളാം, ഞാൻ വെറും മണ്ടി. അപ്പോൾ നിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവന്മാർ പുറത്തു നിന്ന് മുറി പൂട്ടിയത്. സ്നേഹം നടിച്ചു എന്നെ തൊട്ടും തലോടിയും നീ അവസരം ശരിക്കും മുതലാക്കി. ഇതൊന്നും അറിയാതെ ഞാൻ എല്ലാത്തിനും നിന്നു തന്നു. അതിനുശേഷം നടന്നതൊക്കെയും നിന്റെ പ്ലാൻ പ്രകാരം തന്നെയായിരുന്നു അല്ലേ? പോലീസിനെ വെച്ച് നാടകം കളിച്ചു. ഒടുവിൽ വീട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെ മുന്നിൽ അപമാനിതരായി നിൽക്കുമ്പോഴും നിന്റെ ഒടുക്കത്തെ ഷോ ഓഫ്. ആ നിമിഷം നീ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിരുന്നോന്നോ? എൻ്റെ അമ്മയുടെ മുന്നിലും മാമൻ്റെ മുന്നിലും ഞാൻ തലകുനിച്ച് നിന്ന ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പം ഞാൻ നിന്റെ പേര് കുത്തിയ താലിയും കഴുത്തിലേറി നിന്റെ മുന്നിൽ നിൽക്കുന്നു. എല്ലാം നീ വിചാരിച്ചതുപോലെ തന്നെ നടന്നു അല്ലേ? എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് ഈ താലി ഒരു ഭാരമായി തോന്നുക. ഇതെന്നെ ചുട്ടു പൊള്ളിക്കുന്നുണ്ട്. എന്തിനായിരുന്നു സിദ്ധു ഇതൊക്കെയും? എൻ്റെ മുന്നിൽ ജയിക്കാനോ? എന്നെക്കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കാനോ? അതോ നിന്റെ വാശി തീർക്കാനോ? അല്ലാതെ തന്നെ ഞാൻ നിന്റെ മുന്നിൽ തോറ്റ് തന്നേനല്ലോ. നീ പറഞ്ഞ ആ ദിവസത്തിന് ഒരു നിമിഷം മുന്നെങ്കിലും ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞേനെ. കാരണം നീ എവിടെയും ആരുടെ മുന്നിൽ തോക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവനായിരുന്നു, എൻ്റെ പ്രാണനായിരുന്നു. എന്നിട്ടും നീ ഒരിക്കൽ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതാ. എന്നിട്ടും ഞാൻ എല്ലാം മറന്ന് സ്നേഹിച്ചു തുടങ്ങിയതാ. പക്ഷെ നീ എല്ലാം തമാശയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു പക്ഷെ നീ ഈ താലിക്കും അത്ര മാത്രമേ വില കൽപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. താൻ ഇത്രയും നാൾ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമാണ്. ഒപ്പം അവൾ തന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് അതിലേറെ നിരാശയും വേദനയും. അവൾ തന്നെ ഇത്ര മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. തൻ്റെ സ്നേഹം വാശി തീർക്കാൻ വേണ്ടി പോലും അഗ്നിസാക്ഷിയായി താൻ ചാർത്തിയ താലിക്ക് താൻ വില കൽപ്പിക്കുന്നില്ല പോലും. അവളുടെ കഴുത്തിൽ ആ താലി ചാർത്തിയ നിമിഷം ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു തനിക്ക്. ആ സന്തോഷമാണ് ഒരു സ്നേഹചുംബനമായി അവളുടെ നെറുകയിൽ അമർന്നത്. അവൻ്റെ ഹൃദയം നീറി തുടങ്ങി. പവി, നീ എന്തൊക്കെയായി പറയുന്നേ? ശരിക്കും നീ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ ആ കൈ കുടഞ്ഞെറിഞ്ഞു. പവി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവൻ യാചനയുടെ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ കൺമുന്നിനൊന്ന് പൊയ്ക്കോ. എനിക്ക് കാണണ്ട നിന്നെ. നീ ചതിയനാ. നിനക്ക് വേണ്ടത് മറ്റെന്തൊക്കെയോ. പവി പ്ലീസ്, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നെ തുടരുതെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനെ പിടിച്ചു തള്ളിയതും അവൻ്റെ തല കട്ടിലിൽ ചെന്നിടിച്ചു. ഇത്തവണ സിധുവിന് ശരിക്കും ദേഷ്യം വന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? മനുഷ്യനെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം. നിന്റെ മനസ്സ് എന്തോന്നായത്? ശരിക്കും ഒരു കരിങ്കല്ല് തന്നെയാണ്.
നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ഞാൻ തന്നെയാ അത് ചെയ്തത്. ഞാനേ ഇറക്കിയ ആളാ നിന്നെ കയറി പിടിച്ചേ. എല്ലാം എൻ്റെ പ്ലാനായിരുന്നു. എനിക്ക് ജയിക്കണമായിരുന്നു. നിന്നെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമായിരുന്നു. എനിക്ക് നിന്റെ നാവിൽ നിന്നും ഒരു ഐ ലവ് യു കേൾക്കണമായിരുന്നു. ഇനിയിപ്പോൾ എനിക്കത് കേട്ടില്ലെങ്കിലും വേണ്ടില്ല. കുറച്ചു മുന്നേ നീ പറഞ്ഞു നിന്റെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം. ഈ ബെറ്റിലെ ഞാൻ വിജയിച്ചു. ഐ ലവ് യു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. എനിക്ക് വേണ്ടതൊക്കെ നീ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്റെ സമ്മതമില്ലാതെ ഞാൻ അതൊക്കെ എടുത്തോളാം. അതിനുള്ള ലൈസൻസാണ് ഈ താലി. സിദ്ധുവിൻ്റെ പറച്ചിൽ അവളുടെ വേദന ഇരട്ടിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കണ്ണുനീർ അവനെയും വേദനിപ്പിച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. എങ്കിലും അവളുടെ മുന്നിൽ ഇനിയും താണുകൊടുക്കാൻ അവനും ഒരുക്കമല്ലായിരുന്നു. അതെ, പെട്ടെന്ന് ഡ്രസ്സ് മാറിക്കേ, ഇല്ലെങ്കിൽ രാത്രിയിലെ സസ്പെൻസ് ഞാൻ ഇപ്പം തന്നെ പൊട്ടിക്കും. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. ദേ, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തൊടാന്ന് കരുതണ്ട. അവൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി. അന്നേരം അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. നമുക്കത് കാണാം. എത്രയൊക്കെ ചെയ്യാമെങ്കിലേ ഈ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനും എനിക്കറിയാം. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ് മുറി വിട്ടിറങ്ങി. ഓമിൻ്റെ വീട്ടിലെത്തിയ നന്ദുവിന് ശരിക്കും ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു തുടങ്ങി. തൻ്റെ വീടിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഇരുനില വീടായിരുന്നു ഓമിൻ്റേത്. ആ വീട്ടിൽ അവൻ തനിച്ചായിരുന്നു താമസം. രാത്രിയിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി സ്വസ്ഥമായി കിടക്കാൻ വേണ്ടി വന്നതായിരുന്നു നന്ദു. അവൾക്ക് എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. മുറിയിലെത്തി നന്ദു കാണുന്നത് ബെഡിൻ്റെ ഒത്ത നടുവിൽ കണ്ണടച്ച് കിടക്കുന്ന ഓമിനെയാണ്. ആ കാഴ്ച കണ്ടതും അവളുടെ മുഖം വാടി. ഞാൻ എവിടെ കിടക്കും എന്ന പോലെ ചിന്തിച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. സാർ, സാർ, അവൾ അവനെ തട്ടി വിളിച്ചു. എന്താ? അവൻ കണ്ണു തുറന്നു. അത് പിന്നെ ഞാൻ എവിടെ കിടക്കും? അപ്പുറത്ത് ഇഷ്ടംപോലെ മുറിയുണ്ടല്ലോ. നന്ദന് പോയി അവിടെ കിടന്നു. ഇതെൻ്റെ മുറിയാ, ഓം പറഞ്ഞു. അപ്പുറത്തെ മുറിയിൽ ഒറ്റക്കോ? ഞാനോ? എനിക്ക് പേടിയാ. എന്നാ പിന്നെ ആ സെറ്റിയിലോ തറയിലേ കിടന്നോ? തറയിലോ? ഞാനോ? ഹേയ്, എനിക്ക് പറ്റില്ല. സാറ് തറയിൽ കിടന്നോ? എനിക്ക് തറയിൽ കിടക്കാനൊന്നും പറ്റില്ല. നിനക്ക് പറ്റുമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ ദേ ഇവിടെ ബെഡിൽ കിടക്കാം. ഇനിയിപ്പോൾ ഉറക്കത്തിൽ ഞാൻ വല്ലതും ചെയ്താ എന്നെ കുറ്റം പറഞ്ഞു വന്നേക്കരുത്. എന്നുവെച്ചാൽ നന്ദന നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എന്ന് വെച്ചാൽ മനുഷ്യനല്ലേ, ഉറക്കത്തിൽ എന്തൊക്കെയാ ചെയ്യുക എന്ന് ആർക്കറിയാം. വല്ല തട്ടലോ മുട്ടലോ ഉണ്ടായാൽ എന്തു ചെയ്യും? പക്ഷേ ബോധത്തോടെ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. അതുമല്ല, തിരിച്ചും നീ ഉറക്കത്തിൽ എന്നെ കയറി പിടിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ബെഡ് ഷെയർ ചെയ്യാത്തതാണ് നല്ലത്. അയ്യേ, ഞാനത്ര കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ താഴെ കിടന്നോളാം. എന്നാ കിടന്നു എന്ന് പറഞ്ഞു അവളെ ശ്രദ്ധിക്കാതെ ബെഡിൽ കിടന്നു. നന്ദ തറയിൽ ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട്. ആ കാഴ്ച കാണവേ അവന് നേരിയ വിഷമം തോന്നി. അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന അവൻ കെട്ടിയ താലിയിലേക്ക് നീണ്ടു. അതിനിടയിൽ പവിയുടെ മുഖം ഓർത്തതും അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു. നന്ദ ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നു. നന്ദന, ഓം വിളിച്ചു. എന്താ? ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു. ഞാനേ ഈ നാട്ടിൽ വന്ന് ഒരുപാട് വീട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വീടേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി. അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നില്ല. പറഞ്ഞ വില കൊടുത്ത് അങ്ങ് വാങ്ങി. പിന്നീടല്ല അറിയുന്നത്. എന്താ സാർ? നമ്മുടെ തൊട്ടപ്പുറത്തെ വീടില്ലേ, അവിടെ പണ്ടേ ഒരു പെണ്ണ് തൂങ്ങിച്ചത്തിരുന്നു എന്ന്. ആ പെണ്ണിൻ്റെ ആത്മാവ് അവിടെ മുഴുവൻ അലഞ്ഞ് നടക്കുന്നുണ്ടെന്ന്. പലരും പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ ആ പ്രേതം രാത്രിയിലും മതിൽ ചാടി ഇങ്ങോട്ട് വരാറില്ലെന്ന് ആര് കണ്ടു? പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പുതുപ്പെണ്ണിനെ കണ്ടേക്കാമെന്ന് കരുതി ചിലപ്പോൾ വന്നേക്കാം. അതെ, രാത്രിയിലെ എന്തേലും അപശബ്ദങ്ങൾ കേട്ടാൽ താൻ പേടിക്കൊന്നും വേണ്ട. അതിപ്പോൾ വന്നാൽ തന്നെ നിന്നെ കണ്ടിട്ട് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. നമ്മളതിനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ. ഓം പറഞ്ഞതൊക്കെയും കേട്ട് നന്ദന ആകെ ഭയന്നിരിപ്പാണ്. അവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം നല്ല പേടിയുണ്ടെന്ന്.
നന്ദന, താൻ ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഗുഡ്, എന്നാൽ കിടന്നു. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞു ഓം കണ്ണടച്ച് കിടന്നു. നന്ദുവിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയും കിടന്നു നോക്കി. മുൻപ് കണ്ട ഹൊറർ മൂവിയിലെ പ്രേതങ്ങളൊക്കെയും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അതിനിടയിൽ ഓം കിടന്ന കട്ടിലിനടിയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. അതിനിടയിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു. അവൾ പുതപ്പ് കൊണ്ട് തല മുഴുവൻ മൂടി കണ്ണടച്ച് കിടന്ന രാമനാമം ജപിച്ചുകൊണ്ടേയിരുന്നു. ഓം തിരിഞ്ഞു നോക്കിയതും മൂടിപ്പുതച്ച് കിടക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത്. അവളുടെ കിടത്തം കണ്ടതും അവന് ചിരി വന്നു. ഇതൊരു കുഞ്ഞു പണിയല്ലേ, ഇനി എന്തൊക്കെ പണികൾ പിറകെ വരാൻ കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓം തൻ്റെ കണ്ണിന് മീതെ കൈവച്ചു കിടന്നു. സെറ്റ് സാരി ഉടുപ്പിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി പാൽ ഗ്ലാസും കൈ പിടിപ്പിച്ചു. സിദ്ധുവിൻ്റെ അമ്മ തന്നെയാണ് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. അമ്മയ്ക്കൊരു കൃത്രിമ പുഞ്ചിരി നൽകി പവി മുറിക്കകത്തേക്ക് നടന്നു. ഡോറടച്ച് ലോക്കിട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും സിദ്ധു അകത്തേക്ക് വരുന്നത്. അവളെ സെറ്റ് സാരിയെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. അവൻ അവളെ ചിമ്മാതെ നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടം കണ്ടതും അവൾ അവനെ നോക്കി ദഹിപ്പിച്ചു. പാൽ ഗ്ലാസും ടേബിളിന് മേലെ വെച്ച് ബെഡിൽ വന്ന് കിടന്നതും ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞു സിദ്ധു അവളുടെ അരികിലേക്ക് നടന്നു.